ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc മലയാളത്തിൽ മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര സാഹിത്യത്തിൽ ഉൾപ്പെട്ട 2 തരം കൃതികൾ ഏതെല്ലാം എന്നൊരു ചോദ്യം എന്തായാലും നമ്മൾ എടുത്ത ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുക. അതായത് പോപ്പുലർ സയൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലും ആ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 2 തരം ശാസ്ത്ര സാഹിത്യ കൃതികളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ശാസ്ത്ര കൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് ശാസ്ത്ര കാര്യങ്ങൾ സാമാന്യ വായനക്കാർക്ക് വേണ്ടി വിശദീകരിക്കുന്ന എഴുത്ത് രീതി, അതിന് നമ്മൾ പോപ്പുലർ സയൻസ് എന്ന് പറയും. രണ്ടാമത്തത് സയൻസ് ഫിക്ഷൻ എന്ന് വിളിക്കുന്ന കൽപ്പിത കഥകൾ. അപ്പോൾ ഈ 2 തരം ശാസ്ത്രീയമായിട്ടുള്ള കൃതികളാണ് ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പോപ്പുലർ സയൻസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ് പോപ്പുലർ സയൻസിൻ്റെ ലക്ഷ്യങ്ങൾ? ശാസ്ത്ര അവബോധം വളർത്തുക, ശാസ്ത്രത്തോട് താല്പര്യം ജനിപ്പിക്കുക, ഇവയാണ് പോപ്പുലർ സയൻസിൻ്റെ ലക്ഷ്യങ്ങൾ. അടുത്ത ചോദ്യം വരുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രാദേശിക ഭാഷകളുടെ കമ്പ്യൂട്ടിങ്ങിനായി നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകൾക്കുള്ള കമ്പ്യൂട്ടിംഗ് പിന്തുണ ഉറപ്പുവരുത്താനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആർക്കും വായിക്കാനും മനസ്സിലാക്കാനും മാറ്റം വരുത്തി ഉപയോഗിക്കാനും സാധിക്കുക എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ തത്വമാണ്. അതാണ് ഇതിന് സഹായകമായത്. അതുപോലെ മലയാളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് കൂട്ടായ്മ മുന്നിൽ വന്നു എന്നാണ് പറയുന്നത്. പ്രാദേശികമായ ഭാഷാവിശേഷങ്ങളെ സോഫ്റ്റ്വെയറിൽ സന്നിവേശിപ്പിച്ചും മാനകീകരണ സമിതികളുമായി സംവദിച്ചും ITET സ്കൂൾ പോലുള്ള പദ്ധതികളായിട്ട് സഹകരിച്ചിട്ടും എൻ്റെ കമ്പ്യൂട്ടറിന് എൻ്റെ ഭാഷ എന്ന സന്ദേശം മുൻനിർത്തിയുള്ള പ്രവർത്തനം അതൊക്കെ ഉണ്ടായത് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനങ്ങളിലൂടെയാണ്. പിന്നെ മലയാളം ടൈപ്പിംഗ്, ഫോണ്ടുകൾ, ലിപി ചിത്രീകരണ നിയമങ്ങൾ, ഇതിനൊക്കെ അപ്പുറമായിട്ട് മലയാളം അകാരാതിക്രമ നിയമങ്ങൾ, ടെക്സ്റ്റ് ടു സ്പീച്ച്, അക്ഷരത്തെറ്റ് പരിശോധന തുടങ്ങി ഉയർന്ന തലത്തിലുള്ള ഭാഷാ കമ്പ്യൂട്ടിംഗ് പരീക്ഷണങ്ങളിലേക്കും കൂടി ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ രംഗത്ത് മുന്നേറ്റമുണ്ടായി. അപ്പോൾ ഇന്ത്യൻ ഭാഷകളിൽ ഇന്നും മികച്ച പിന്തുണ ലഭ്യമാക്കുന്നതിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ബഹുദൂരം മുന്നിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിലാണ് ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഭാഷാശാസ്ത്രം എന്ന പഠന ശാഖയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഭാഷയുടെ സ്വനവിജ്ഞാനീയം, വ്യാകരണ നിയമങ്ങൾ ഇവയൊക്കെ കൃത്യമായി നിർവചിക്കുക, വാക്കുകളുടെ പരസ്പര ബന്ധം ഉൾക്കൊള്ളുന്ന നിഘണ്ടുക്കൾ നിർമ്മിക്കുക, ഇവയെല്ലാം കോർത്തിണക്കി വാക്യഘടനയും ആശയവും ഉൾക്കൊള്ളുക, ഇതൊക്കെയാണ് ശരിക്കും ഭാഷാശാസ്ത്രത്തിൻ്റെ വഴികൾ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മെഷീൻ ലേണിംഗ് എന്ന സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എന്തെല്ലാം എന്നതാണ്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭീമനായിട്ടുള്ള ഡാറ്റ സെറ്റാണ് മെഷീൻ ലേണിങ്ങിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ലക്ഷക്കണക്കിന് വാക്കുകളും അവയുടെ ഉച്ചാരണമൊക്കെ അടങ്ങിയ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ, ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മെഷീൻ ലേണിംഗ് വഴി നമുക്കൊരു വാക്കിൻ്റെ ഉച്ചാരണ മാതൃക നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പുതിയ വാക്ക് നൽകി കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം ആ മാതൃകയ്ക്ക് തിരിച്ചു നൽകാൻ സാധിക്കും. അപ്പോൾ ഈ മാതൃക നിർമ്മിക്കാൻ ഭാഷയുടെ അക്ഷരങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളൊന്നും കൃത്യമായിട്ട് പഠിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇത് മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സാധ്യത തന്നെയാണ്. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ ലേണിംഗ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഡാറ്റ സംബന്ധമായ വിവരങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ വ്യക്തിപരമായ പഠനത്തിനും എല്ലാം വളരെയധികം സാധ്യത ഒരുക്കുന്ന ഒരു ഇതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം മെഷീൻ ലേണിങ്ങിന് അത്രയധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള മെഷീൻ ലേണിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മെഷീൻ ലേണിംഗ് അതുപോലെ തന്നെ ചിലവേറിയ ഒരു പ്രക്രിയയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എസ്സേ ഒക്കെയാണ് എഴുതാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. അടുത്തൊരു ചോദ്യം ചോദിക്കുക, മെഷീൻ ലേണിംഗ് മാതൃകാ നിർമ്മാണം ചിലവേറിയ ഒരു പ്രക്രിയയാണ്, വിശദീകരിക്കുക എന്നൊരു ചോദ്യം ചിലപ്പോൾ പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ലേണിങ്ങിൽ ഒന്നാമതായിട്ട് അതിന് വേണ്ടത് അതിവിപുലമായ ഒരു ഡാറ്റ സഞ്ചയമാണ്. മാതൃകാ നിർമ്മാണത്തിനുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ് രണ്ടാമതായിട്ട് ആവശ്യമുള്ളത്. മൂന്നാമതായിട്ട് വേണ്ടത് ഉയർന്ന കമ്പ്യൂട്ടിംഗ് ക്ഷമത ഉള്ള പ്രോസസ്സറുകൾ വേണം. അപ്പോൾ ഡാറ്റ സഞ്ചയത്തിൽ നിന്ന് മാതൃക നിർമ്മിക്കാനുള്ള അൽഗോരിതത്തിന് പ്രവർത്തിക്കാൻ സാധാരണ ലാപ്ടോപ്പിലെ ഇൻ്റർനെറ്റിലെ പ്രോസസ്സറുകൾ പറ്റില്ല.
ഗണിതക്രിയകൾ പെട്ടെന്ന് ചെയ്യാനാവുന്ന ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, അതായത് GPU എന്നിങ്ങനെയുള്ള ഇതൊക്കെ കമ്പനി പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഭീമമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ പോലും ഡാറ്റാ സഞ്ചയത്തിൽ ദിവസങ്ങളും ആഴ്ചകളും എടുത്ത് പ്രവർത്തിച്ചാലാണ് ഈ ഭാഷാ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ മെഷീൻ ലേണിംഗ് മാതൃക നിർമ്മിക്കാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടറുകൾക്കാണെങ്കിലും ഈ പ്രോസസ്സറുകൾക്കാണെങ്കിലും വളരെയധികം വില കൊടുത്ത് വാങ്ങേണ്ട ഒരവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റാ സഞ്ചയങ്ങൾ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ലഭിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നൽകണം. അതുപോലെ തന്നെ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ട കമ്പ്യൂട്ടറുകൾ ഉണ്ടല്ലോ, അതിനും വലിയ വില വരും. ഡാറ്റയുടെ ഉടമസ്ഥാവകാശമാണെങ്കിൽ കുത്തക കമ്പനികൾക്ക് മാത്രമാണ് ലഭ്യമാകുന്നത്. അപ്പോൾ ഇതെല്ലാം ചിലവേറിയ പ്രക്രിയയാണ്. അതുകൊണ്ടാണ് മെഷീൻ ലേണിംഗ് ചിലവേറിയ പ്രക്രിയയാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോപ്പുലർ സയൻസിൻ്റെ ലേഖനങ്ങൾ പലപ്പോഴും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നടക്കുന്ന ചലനങ്ങളുടെ രാഷ്ട്രീയത്തെ വെളിപ്പെടുത്തുന്നവയാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ ഭാഷാ സാങ്കേതിക വിദ്യ എന്ന ഉപന്യാസത്തെ മുൻനിർത്തി ചർച്ച ചെയ്യുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് എസ്സേ ആയിട്ടാണ്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിലെയും സമ്മറിയാണ് കൂടുതലായിട്ടും എസ്സേ ആയിട്ട് നമ്മൾ എഴുതാറുള്ളത്. അതുകൊണ്ട് തന്നെ സമ്മറിയാണ് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റിവിഷൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സെമ്മിൻ്റെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ആ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മറി പെട്ടെന്ന് മനസ്സിലാക്കാനും എഴുതാനും സാധിക്കും. താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് അമ്പിളിമാമൻ്റെ യാഥാർത്ഥ്യം എന്നൊരു ലേഖനാണ്. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രനിലെ ജലസാന്നിധ്യം സ്ഥിരീകരിച്ചതെപ്പോൾ? ഉത്തരം 2008 തുടക്കമിട്ട ഇന്ത്യൻ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 ആണ് ചന്ദ്രനിലെ ജലസാന്നിധ്യം സ്ഥിരീകരിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉന്മാദത്തെ ചന്ദ്രനുമായി ബന്ധപ്പെടുത്തി മനുഷ്യർ നിർവഹിച്ച ഭാവനയുടെ തെളിവെന്ത്? ഉത്തരം ലുണാറ്റിക് എന്ന പദം. പഴയ കാലത്ത് പൗർണമി പോലുള്ള ചന്ദ്രാവസ്ഥകൾ മനുഷ്യരുടെ മാനസികാവസ്ഥയെ ബാധിച്ച് ഉന്മാദം ഉണ്ടാക്കുമെന്നാണ് ആളുകൾ വിശ്വസിച്ചത്. അടുത്ത ചോദ്യം, ചന്ദ്രനെക്കുറിച്ചുള്ള പ്രാചീന മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം ചന്ദ്രനെ ദൈവിക ശക്തിയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചന്ദ്രൻ്റെ കലാവ്യതിയാനങ്ങൾ നോക്കി മാസങ്ങളും കാലചക്രങ്ങളും നിർണയിച്ചു പോന്നു. മനുഷ്യരുടെ മനോഭാവത്തെ സ്വാധീനിച്ചു. ജനന മരണ ചക്രവുമായി ബന്ധിപ്പിച്ചു. പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായി കണ്ടു. അടുത്ത ചോദ്യം, ചാന്ദ്ര പര്യവേക്ഷണത്തിൻ്റെ ചരിത്രം സംഗ്രഹിക്കുക. ഉത്തരം ചാന്ദ്ര പര്യവേക്ഷണം ആദ്യം കണ്ണുകൊണ്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയാണ് ആരംഭിച്ചത്. പിന്നീട് 1609 ഗലീലിയോ ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രനിൽ പർവ്വതങ്ങളും കുഴികളും ഉണ്ടെന്ന് കണ്ടെത്തി. 1959 സോവിയറ്റ് സ്പേസ് പ്രോഗ്രാമിൻ്റെ ലൂണ 2 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി മനുഷ്യനിർമ്മിത ഉപകരണമായി. 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ്, ബസ് ആൻഡ്രിൻ ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യരായി. തുടർന്ന് നാസ നിരവധി അപ്പോളോ ദൗത്യങ്ങൾ നടത്തി ചന്ദ്രശിലകളും മണ്ണും ഭൂമിയിലെത്തിച്ചു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ചന്ദ്രയാൻ 2008 ചന്ദ്രനിൽ ജലസാന്നിധ്യം തെളിവ് കണ്ടെത്തി. പിന്നെ ചന്ദ്രയാൻ 3 2023 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് ഇറങ്ങി ഇന്ത്യയെ ചരിത്ര നേട്ടത്തിലേക്ക് എത്തിച്ചു. അടുത്ത ചോദ്യം, ഭാവനയും നിരീക്ഷണ പാടവവും ഒരുമിച്ച് കരുത്താർജിച്ച സാംസ്കാരിക വളർച്ചയാണ് ആധുനിക ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം. സമർത്ഥിക്കുക. ഉത്തരം ആധുനിക ജ്ഞാനം ശുദ്ധമായ തർക്കബോധത്തിൻ്റെ ഫലമല്ല. മനുഷ്യൻ്റെ സൃഷ്ടിപരമായ ചിന്തയും അനുഭവപരമായ പഠനവും ചേർന്നുണ്ടാക്കിയ സാംസ്കാരിക നേട്ടമാണ്. ഭാവന മനുഷ്യനെ പുതിയ സാധ്യതകളിലേക്ക് നയിക്കുമ്പോൾ നിരീക്ഷണം അവയെ യാഥാർത്ഥ്യമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ശക്തികളുടെ സമന്വയമാണ് ആധുനിക ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് മോഡ്യൂളാണ് എടുക്കാനുള്ളത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.